ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ IRB റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം കേരള പോലീസിൻ്റെ IRB റെഗുലർ വിങ്ങിൻ്റെ എൻഡ്യൂറൻസ് ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്, അതായത് കേരള പോലീസിൻ്റെ IRB റെഗുലർ വിങ്ങിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, ആദ്യം എക്സാം ആണോ അതോ ഫിസിക്കൽ ടെസ്റ്റ് ആണോ, എക്സാമിനേഷൻ എന്നാണ് നടക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അതുപോലെ തന്നെ IRB റിക്രൂട്ട്മെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ നിലവിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര വേഗം ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുക. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു സംശയമാണ് കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ IRB റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, ആദ്യം എക്സാം ആണോ അതോ ഫിസിക്കൽ ടെസ്റ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ്. ആദ്യം എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് മാത്രമായിരിക്കും എൻഡ്യൂറൻസ് ടെസ്റ്റ് കടക്കാൻ സാധിക്കുകയുള്ളൂ. എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് മാത്രമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. കഴിഞ്ഞ ദിവസം കേരള PSC ടെനറ്റീവ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലെ എക്സാമിൻ്റെ ഡേറ്റുകൾ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെനറ്റീവ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ IRB റിക്രൂട്ട്മെൻറ്റിൻ്റെ റെഗുലർ വിങ്ങിൻ്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് 2025 ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ നടക്കുക. എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു വർഷം തന്നെ അവസാനം നടക്കുന്ന എൻഡ്യൂറൻസ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 13 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ് കിടക്കാൻ സാധിക്കുകയുള്ളൂ. എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. കേരള PSC നടക്കുന്ന 1 സ്റ്റാറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഏകദേശം 8ഓളം ഐറ്റംസ് വരുന്നുണ്ട്. അതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഇങ്ങനെയാണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കിടക്കുന്നവർക്ക് മാത്രമായിരിക്കും ഫൈനൽ ലിസ്റ്റിൽ ഇടം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ IRB റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി മാക്സിമം തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.